പാർട്ടി ടിക്കറ്റ് തന്നില്ലെങ്കിൽ സ്വതന്ത്രയായി മത്സരിക്കാൻ ഒരുങ്ങി ബിജെപിയുടെ മുൻ കൗൺസിലറായ ശ്യാമള എസ് പ്രഭു. മട്ടാഞ്ചേരിയിലെ ബിജെപി നേതൃത്വം തന്നെ തുടർച്ചയായി അപമാനിക്കുന്നുവെന്നാണ് ശ്യാമളയുടെ പരാതി. 32 വർഷം കൊച്ചി ചെർലായി ഡിവിഷനെ പ്രതിനിധീകരിച്ച് ശ്യാമളയെ അനുനയിപ്പിക്കാൻ പാർട്ടി നേതൃത്വം ഇടപെട്ടെങ്കിലും ഫലം കണ്ടില്ല. 1988 മുതൽ തുടർച്ചയായി 32 വർഷം കൊച്ചി കോർപ്പറേഷനിലെ ബിജെപി കൗൺസിലറായിരുന്നു ശ്യാമള എസ് പ്രഭു. ബിജെപിയുടെ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. കഴിഞ്ഞ തവണ ശ്യാമളയ്ക്ക് സീറ്റ് ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇത്തവണ പാർട്ടി ടിക്കറ്റ് നൽകിയില്ലെങ്കിൽ മത്സരിക്കുമെന്ന നിലപാടിലാണ് ശ്യാമള ഉള്ളത്, അല്ലേ? തീർച്ചയായിട്ടും എനിക്ക് ബിജെപിയുടെ സീറ്റ് തരണം. അതും ഇല്ലെങ്കിൽ എനിക്ക് സ്വതന്ത്രമായിട്ടെങ്കിലും മത്സരിക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെ? കഴിഞ്ഞ തവണ സീറ്റ് നൽകിയില്ല എന്നുള്ളതല്ല, ഞാൻ മറ്റുള്ളവർക്ക് അവസരം കൊടുത്തു. ജനറൽ സീറ്റുമായിരുന്നു. അപ്പോൾ നിൽക്കട്ടെ, ഞാൻ തുടർച്ചയായിട്ട് നിന്നതല്ല, അപ്പോൾ അവർ നിൽക്കട്ടെ എന്ന് വെച്ചാൽ ഞാൻ അവസരം കൊടുത്തു. അപ്പോൾ ഇതിപ്പോൾ റിസർവേഷനാണ്, വനിതാ റിസർവേഷനാണ്. ഇപ്പോൾ മട്ടാഞ്ചേരി മണ്ഡലത്തിൽ ഉത്തരവാദിത്തമുള്ളവരാണ് ബിജെപിയുടെ ഉത്തരവാദിത്തമുള്ളവർ, മട്ടാഞ്ചേരി മണ്ഡലത്തിൻ്റെ ഉത്തരവാദിത്തമുള്ളത് അവർ തന്നെയാണ്. ഇപ്പോൾ രംഗത്ത് വന്നിട്ട് എനിക്കെതിരായിട്ട് അവർ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ പാർട്ടിയിലെ ഒരു സീനിയർ മെമ്പർ എന്ന നിലയിൽ ഒരു മീറ്റിങ്ങിന് പോലും എന്നെ ക്ഷണിക്കാറില്ല. എനിക്കെതിരായിട്ട് മത്സരരംഗത്ത് വന്ന റിബൽ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഗായത്രി ഭട്ട് എന്ന് പറഞ്ഞ സ്ത്രീയുടെ അതിനെ ഡെമ്മി സ്ഥാനാർത്ഥിയായിട്ടുള്ള ഒരു ലേഡി, പിന്നെ ബാക്കി 4 പേരും ഇവരെ സഹായിക്കാനായിട്ട് രംഗത്ത് വന്നവരെയാണ് ഇവർ സീറ്റ് കൊടുക്കാൻ ആ ലിസ്റ്റ് പോയിരിക്കുന്നത്. അത് ആർക്കായാലും സഹിക്കില്ലല്ലോ. നിലവിലെ കൗൺസിലറുടെ പ്രവർത്തനം എങ്ങനെയാണ്? വളരെ മോശമായിട്ടുള്ള പെരുമാറ്റം. ഇതാണ് ആൾക്കാർ ചെന്ന് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് കാണുന്നില്ല. 7 മണിക്ക് ശേഷമേ ഓഫീസിൽ ഉണ്ടാവാറുള്ളൂ. ബിജെപി കൗൺസിലർ? അതെ, 7 മണിക്ക് ശേഷമേ ഉണ്ടാവാറുള്ളൂ. പല സ്ഥലത്തും പല പ്രശ്നങ്ങളും ഉണ്ട്. ബിജെപിയുടെ സീനിയർ നേതാവാണ് ശ്യാമള എസ് പ്രഭു. മത്സരിക്കും, പാർട്ടി ടിക്കറ്റ് നൽകിയില്ലെങ്കിൽ സ്വതന്ത്രമായി മത്സരിക്കുമെന്ന ഉറച്ച നിലപാടിലാണ് അവർ ഇപ്പോഴും ഉള്ളത്. ക്യാമറമാൻ ആന്റണി ഗ്രിഗറിക്കൊപ്പം എസ് ഷാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.